വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ കാസ്റ്റ് അയണിന്റെ കുറച്ച് പാത്രങ്ങൾ മേടിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ? അത് എത്രത്തോളം നല്ലയാണ്, അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടഫാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസും നമ്മൾ ഈ കാസ്റ്റ് അയണിന്റെ പാത്രത്തിലാണ്. ഈ ഒരു കുഴിയുള്ള ഫ്രൈ പാനിനകത്ത് നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെഴുക്കുവരട്ടി, റോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വളരെ നല്ലതാണ്, സീസൺ ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ റഫായിട്ടോ കരിഞ്ഞു പിടിക്കുന്ന പ്രശ്നങ്ങളോ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. വളരെ കുറച്ച് ഓയിലിനകത്ത് നല്ല രീതിയിൽ സ്റ്റിർ ഫ്രൈ ചെയ്തൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ 2 പാത്രങ്ങളുണ്ടല്ലോ, അതിനകത്ത് ഒരു കുഴിയുള്ള കടായി ഫസ്റ്റൊക്കെ യൂസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അതിനകത്തുള്ള ഐറ്റംസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയില്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ അയൺ കണ്ടന്റ്, ഇങ്ങനെ തുരുമ്പ് പോലെ ഇരുമ്പിന്റെ അംശമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മുട്ടത്തോരൻ ഉണ്ടാക്കുന്ന പാത്രം. പിന്നെ അതിനകത്ത് നമ്മൾ സീസൺ ചെയ്ത് ഒന്നും കൂടെ നമ്മളായിട്ട് സീസൺ ചെയ്തപ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുരിങ്ങയില ഇട്ട മുട്ടത്തോരനാണ്. ഇത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഫുഡിനകത്ത് എല്ലാ കണ്ടൻസും ആഡ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നമ്മളിപ്പോൾ ചോറ് കഴിക്കുന്നു, വളരെ ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചോറ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ, പ്രോട്ടീൻ, അതുപോലെ ഫൈബറും ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന പ്ലേറ്റിനകത്ത് എല്ലാം ഇല്ല, പക്ഷെ അങ്ങനെ ആഡ് ചെയ്ത് കഴിക്കാൻ ഞാൻ ഇടയ്ക്കെങ്കിലും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ശ്രമിക്കുക. ഇതിപ്പോൾ ലാസ്റ്റ് പഴംപൊരി ഉണ്ടാക്കുന്നതാണ് കാണിച്ചത്. അത് നമ്മൾ ആ ഒരു കടായി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.